पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावणकुम्भकर्णहननं एतद्धि रामायणम्। ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നക്കണക്കേ വിശേഷിച്ചു നീ മുതാ വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പൊക്കു വിമാനവും. ഈ വിമാനത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അമ്മയുടെ മടിയിൽ തലവച്ച് ആകാശം നോക്കി കിടക്കാൻ എന്തു രസമാണ് അല്ലെ? അതുവഴി കിളികളൊക്കെ കൂടി പറന്നുപോയാലോ? ഓ, നമ്മൾ ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും കിടക്കാം. ഇതുപോലെ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് മരച്ചുവട്ടിലിരുന്ന അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന ഒരു കുട്ടിയുടെ ആ കുട്ടി കണ്ട കാഴ്ചയുടെ കഥയാണ് ഞാൻ പറയുന്നത്. കുട്ടി ആരാണെന്നോ? 10 തലയും 20 കൈകളും ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്ന സാക്ഷാൽ രാവണൻ. രാവണൻ അമ്മയായ കൈകസിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അപ്പോഴിതാ ആകാശത്തു കൂടി എന്തോ പറന്നു പോകുന്നു. പക്ഷെ കിളികളല്ല. എന്താ അത്? അമ്മയോട് ചോദിച്ചു. നോക്കൂ നോക്കൂ, അതെന്താന്ന് പറഞ്ഞമ്മേ? അമ്മ പറഞ്ഞു, അത് പുഷ്പക വിമാനമാണ്. പുഷ്പക വിമാനമോ? അതെന്താ? അത് നിന്റെ ജ്യേഷ്ഠനായ വൈശ്രവണന്റെ വാഹനമാണ്. എന്റെ ജ്യേഷ്ഠനായ വൈശ്രവണനോ? അതെ, നിന്റെ പിതാവിന് ദേവവർണ്ണിനി എന്നൊരു ഭാര്യയുണ്ടായിരുന്നു. അവരിലുണ്ടായ മകനാണ് വൈശ്രവണൻ. കൊള്ളാലോ എന്റെ ജ്യേഷ്ഠൻ, വിമാനമൊക്കെ ഉണ്ടല്ലോ. അതെ, വൈശ്രവണൻ നല്ല കുട്ടിയായിരുന്നു. കുട്ടിയായിരിക്കുമ്പോ തന്നെ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയണ്ടേ? തണുത്ത വെള്ളത്തിൽ തല കീഴായി നിന്നുകൊണ്ട് 10,000 വർഷമാണ് അവൻ തപസ് ചെയ്തത്. എന്നിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടോ? ഇല്ല. അവൻ വീണ്ടും പഞ്ചാഗ്നിയുടെ മധ്യത്തിൽ ഒറ്റ കാലിൽ നിന്ന് 10,000 വർഷം വീണ്ടും തപസ് ചെയ്തു. ബ്രഹ്മാവിന് സന്തോഷമായി. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിനക്ക് എന്തു വരമാണ് ഞാൻ തരേണ്ടത്? അവൻ പറഞ്ഞു, എനിക്ക് ലോകപാലകരിൽ ഒരാളാകണം. ബ്രഹ്മാവ് സമ്മതിച്ചു. മാത്രമല്ല, ഈ പുഷ്പക വിമാനവും അവന് കൊടുത്തു. അതുമാത്രമോ, ധനത്തിന്റെ അധിപനാക്കി മാറ്റുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ് നിന്റെ ജ്യേഷ്ഠൻ. ആഹാ, എന്നാൽ എനിക്കും ജ്യേഷ്ഠനെ പോലെ ആകണം, രാവണൻ പറഞ്ഞു. അതിനെന്താ, നീയും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ജ്യേഷ്ഠനെ പോലെ ആകൂ. കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ ആഗ്രഹം വർദ്ധിച്ചു വന്നു. അവൻ തന്റെ സഹോദരന്മാരെയും കൂട്ടി ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ വർഷങ്ങളോളം തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, എന്ത് വരമാണ് ഞാൻ നിനക്ക് തരേണ്ടത്? ഉടനെ രാവണൻ പറഞ്ഞു, ദേവന്മാരാലും അസുരന്മാരാലും യക്ഷന്മാരാലും താൻ വധിക്കപ്പെടരുത്. ബ്രഹ്മാവ് സമ്മതിച്ചു. ആഹാ, ഇനി തന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല. വൈശ്രവണൻ യക്ഷന്മാരുടെ രാജാവാണ്. യക്ഷന്മാരാരെന്നറിയോ? പ്രകൃതിയെ ആരാധിച്ചു കഴിയുന്ന ഒരു കൂട്ടം നല്ല ആൾക്കാരാണ് യക്ഷന്മാർ. അവിടെ രാജാവാണ് വൈശ്രവണൻ.
അപ്പൊ അവർക്ക് ആർക്കും തന്നെ കൊല്ലാൻ പറ്റില്ല. അതോടെ അഹങ്കാരം വർദ്ധിച്ചു. വൈശ്രവണന്റെ പുഷ്പക വിമാനം തട്ടിയെടുക്കാനുള്ള ചിന്തയായി രാവണൻ വൈശ്രവണനുമായി യുദ്ധം ചെയ്ത പുഷ്പക വിമാനം തട്ടിയെടുത്തു. മാത്രമല്ല, വൈശ്രവണനെ രാജ്യത്ത് നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തു. നല്ലവരായ യക്ഷന്മാരും ഓരോരുത്തരായി ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. അങ്ങനെയാണ് ലങ്ക രാക്ഷസ രാജ്യമായി മാറിയത്. പിന്നീട് രാവണന്റെ യാത്ര മുഴുവൻ ഈ പുഷ്പക വിമാനത്തിലാണ്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി വനത്തിൽ കഴിയുന്ന സമയത്ത് സീതയെ തട്ടിക്കൊണ്ടുവരാനായി രാവണൻ പോകുന്നതും ഈ പുഷ്പക വിമാനത്തിൽ തന്നെ. ലങ്കയിലെത്തി രാവണനെ വധിച്ച ശേഷം രാമൻ സീതയുമായി അയോധ്യയിലേക്ക് പോകുന്നതും ഇതേ വിമാനത്തിലാണ്. എന്നാൽ അയോധ്യയിൽ ചെന്നിറങ്ങിയ ഉടനെ രാമൻ വിമാനത്തോട് പറയുന്നു, നീ പഴയതുപോലെ വൈശ്രവന്റെ അടുത്തേക്ക് പോവുക. ഉടനെ വിമാനം പറഞ്ഞു, അങ്ങ് എപ്പോഴാണോ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്, അങ്ങ് എപ്പോഴാണോ എന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒന്ന് ഓർത്താ മാത്രം മതി, ആ സമയം ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് വിമാനം വൈശ്രവന്റെ അടുത്തേക്ക് പോകുന്നത്. വേണമെങ്കിൽ രാമൻ ഈ വിമാനം കയ്യിൽ വെക്കാമായിരുന്നു, അല്ലെ? പക്ഷേ രാമൻ അത് ആഗ്രഹിക്കുന്നില്ല. അർഹതപ്പെട്ടത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളും അതുപോലെ ആയിരിക്കണം. നമുക്ക് അർഹതപ്പെട്ടത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം കൂടി ഈ കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. രാവണന്റെ നാശത്തിന് മുഴുവൻ കാരണമായി തീർന്നത് എന്താണ്? രാവണന്റെ അഹങ്കാരം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തിലെ ഓരോ വരിയും നന്മയുടെ നല്ല പാഠങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെ ഉത്തമ പൗരന്മാരാക്കി വളർത്തുക എന്നത് തന്നെയാണ് ഈ കൃതിയുടെ ലക്ഷ്യം. അതിനാൽ ഈ കർക്കിടക മാസത്തിൽ രാമായണം വെറുതെ പാരായണം ചെയ്യുന്നതിന് പകരം അതിലെ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക. എങ്കിൽ മാത്രമേ ഈ മാസാചരണം അന്വർത്ഥമാകുകയുള്ളൂ. നന്ദി.